ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS സബ്ജക്റ്റിൽ വരുന്ന 7ാമത്തെ പാഠമാണ്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്കിവിടെ ബാക്കിയുള്ള പാഠഭാഗം നോക്കാം. ഇവിടെ PG 129 നമുക്കൊരു കേരളത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പിക്ചറിൽ, ഈ ഒരു പേജിൽ മുകളിൽ തന്നെ നമുക്ക് കാണാം ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മെയിനായിട്ട് നോക്കണം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ഇനി ഈ സിമ്പിൾസുമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എയർപോർട്ടിൻ്റെ സിമ്പിൾ, സീ പോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, റെയിൽവേ എന്നിവയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് വെക്കണം. ഓരോ സിമ്പിളും ഏതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. സോ ഈ മാപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എല്ലാ സിമ്പിൾസും നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ കാണാം. അതൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഈസ് ദി അറേബ്യൻ സീ? കേരള സ്റ്റേറ്റിൻ്റെ ഏത് ദിശയിൽ, ഏത് ഡയറക്ഷനിലാണ് അറേബ്യൻ സീ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് തന്നിട്ടുള്ള മാപ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് ഈ മാപ്പിൻ്റെ മുകളിൽ തന്നെ ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ അറേബ്യൻ സീ ഇതാണല്ലോ. സോ നമുക്ക് കേരള മാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത്, അറേബ്യൻ സീ ഉള്ളത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് വെസ്റ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദി ഡിസ്ട്രിക്റ്റ് അറ്റ് ദി സദേൺ എൻഡ് ഓഫ് കേരള. കേരളത്തിലെ സദേണിൽ ഏറ്റവും അവസാനം വരുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സദേൺ എന്ന് പറയുമ്പം ഏതാണ്? താഴത്തെ ഭാഗമാണ് അല്ലേ. സൗത്ത് താഴത്താണ് വരുന്നത്, ബോട്ടത്തിലാണ് വരുന്നത്. ഏറ്റവും താഴത്തുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് നോക്കിക്കേ. ആൻസർ തിരുവനന്തപുരം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്റ്റ് ഹാവ് എയർപോർട്ട്സ്? എയർപോർട്ട്സ് ഉള്ള ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ആദ്യം നിങ്ങൾ സിമ്പലുകൾ തന്ന ബോക്സിൽ പോയിട്ട് എയർപോർട്ടിൻ്റെ സിമ്പൽ എന്താണെന്ന് നോക്കുക. നമ്മുടെ മാപ്പിൽ എവിടെയും എയർപോർട്ട് എന്ന് എഴുതി വെക്കില്ല, ഈ ഒരു സിമ്പൽ ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. സോ ആ സിമ്പലുള്ള ഡിസ്ട്രിക്റ്റിൽ എയർപോർട്ട് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എയർപോർട്ടിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൻ്റെ, ഒരു ഓറഞ്ച് കളർ പ്ലെയിൻ്റെ ഒരു സിമ്പലാണ്. സോ നമുക്ക് ഓരോരോ ഡിസ്ട്രിക്റ്റിലും അതുണ്ടോ നോക്കാം. ഇവിടെ കണ്ണൂരിലുണ്ട്, മലപ്പുറത്ത് കാണാം, എറണാകുളത്തുണ്ട്, പിന്നെ ഉള്ളത് തിരുവനന്തപുരത്താണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. ഈ 4 ഡിസ്ട്രിക്റ്റിലാണ് എയർപോർട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട്സ് ഹാവ് സീ പോർട്ട്? സീ പോർട്ടുള്ള ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നിങ്ങൾ തന്നിട്ടുള്ളതിൽ സീ പോർട്ടിൻ്റെ സിമ്പൽ ഏതാണെന്ന് നോക്കിക്കേ. ഒരു റെഡ് കളർ കപ്പൽ മാതിരി സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ബോട്ടുള്ളതുപോലെയാണ് സീ പോർട്ടിൻ്റെ സിമ്പൽ കൊടുത്തിട്ടുള്ളത്. സോ അത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സിമ്പൽ എന്ന് നോക്കുക. നമുക്ക് കോഴിക്കോട് കാണാം, പിന്നെ എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്ത്. സോ നമ്മുടെ ആൻസർ വരുന്നത് സീ പോർട്ടുള്ള ഡിസ്ട്രിക്റ്റുകൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ്? റെയിൽവേ ലൈൻസ് ഇല്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നിങ്ങൾ റെയിൽവേ ലൈൻസിൻ്റെ സിമ്പൽ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു സിമ്പൽ ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. റെയിൽവേ ലൈനിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് റെഡ് ഡോട്ട് ആണ്. സോ ഇതില്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയെന്നാണ് നോക്കേണ്ടത്. കാസർഗോഡുണ്ട്, കണ്ണൂരിലുണ്ട്, കോഴിക്കോടിലുണ്ട്, വയനാട്ടിലില്ല. സോ നമ്മുടെ ഒരു ആൻസർ വയനാടാണ്. മലപ്പുറത്തുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരിലുണ്ട്, എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, ഇടുക്കിയിലില്ല. സോ വയനാടിലില്ല, ഇടുക്കിയിലില്ല, ആലപ്പുഴയിലുണ്ട്, പത്തനംതിട്ടയിലില്ല. പത്തനംതിട്ടയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. സോ ആൻസർ വയനാടും ഇടുക്കിയും മാത്രമാണ് വരുന്നത്. റെയിൽവേ ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് വയനാട്, ഇടുക്കി.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാട്? തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് മാപ്പിൽ നോക്കാം. ബൗണ്ടറി വരുന്നത് ബ്ലാക്ക് ലൈനാണ്. സോ നമുക്ക് ഈ ബ്ലാക്ക് ലൈന് കടന്നു പോകുന്ന ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണുള്ളത് നോക്കാം. ഇവിടെ കേരളത്തിൻ്റെ മാപ്പിൻ്റെ ഈസ്റ്റ് സൈഡിലേക്കാണ് തമിഴ്നാട് വരുന്നത്. നമുക്കിവിടെ മാപ്പിൽ തമിഴ്നാട് എന്ന് തന്നിട്ടുണ്ട്. സോ ഏതൊക്കെ ബ്ലാക്ക് ലൈനാണ് ബൗണ്ടറി വരുന്നത്. സോ ഇവിടെ ഏതൊക്കെ ജില്ലയാണ്? വയനാട് വരുന്നുണ്ട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളാണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത്, ബൗണ്ടറി പങ്കിടുന്നത്. ഡിസ്ട്രിക്റ്റുകൾ വരുന്നുണ്ട്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്റ്റ് ഹാവ് സീ ഷോസ്? കടൽ തീരങ്ങളുള്ള ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ മാപ്പിൻ്റെ വെസ്റ്റ് സൈഡിലാണ് സീ ഷോർസ്, കടൽ തീരങ്ങൾ വരുന്നത്. ഇവിടെ അറേബ്യൻ സീ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, വെസ്റ്റ് സൈഡിലാണ്. സോ നമുക്ക് വെസ്റ്റ് സൈഡിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തികളാണുള്ളത് നോക്കാം. കാസർഗോഡ്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഈ 9 ജില്ലകളിലാണ് കടൽ തീരങ്ങൾ, സീ ഷോസ് ഉള്ളത്. ഓക്കെ, സോ ഈ മാപ്പ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. Rivers of Kerala. Kerala is a land with plenty of paddy field, streams, rivers, backwaters and lakes. അരുവികളും പുഴകളും പാഡി ഫീൽഡ്സ്, വയലുകളും ഒക്കെ ഒരുപാട്, പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളൊരു നാടാണ് കേരള എന്ന് പറയുന്നത്. ദി എൻഹാൻസ് ദി ചാം ഓഫ് അവർ സ്റ്റേറ്റ്. ഇതെന്താണ്? നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ദെയർ ആർ 44 റിവേഴ്സ് ഇൻ കേരള. കേരളത്തിൽ 44 റിവേഴ്സ് ഉണ്ട്. 41 റിവേഴ്സ് ഫ്ലോ ടുവാർഡ്സ് ദി വെസ്റ്റ് ആൻഡ് 3 റിവേഴ്സ് ഫ്ലോ ടുവാർഡ്സ് ദി ഈസ്റ്റ്. വെസ്റ്റിലേക്ക് ഒഴുകുന്ന 41 നദികളും ഈസ്റ്റിലേക്ക് ഒഴുകുന്ന 3 നദികളുമാണുള്ളത്. യൂസിങ് ദി മാപ്പ് ഗിവൺ ഇൻ ദി നെക്സ്റ്റ് പേജ്, ഫൈൻഡ് ഔട്ട് ദി റിവേഴ്സ് ദാറ്റ് ഫ്ലോ ടു ദി ഈസ്റ്റ് ആൻഡ് ഡിസ്ട്രിക്റ്റ് ഫ്രം ദി വിച്ച് ദേ ഒറിജിനേറ്റ്. അടുത്ത പേജിലെ മാപ്പ് നോക്കിയിട്ട് ഏതൊക്കെ റിവേഴ്സാണ് ഈസ്റ്റിലേക്ക് ഒഴുകുന്നത് എന്നും അതൊക്കെ ഏത് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നാണ് ഒറിജിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റിലോട്ട് ഒഴുകുന്ന റിവേഴ്സാണ് നമ്മളോടത്ത് ചോദിച്ചത്. ഈസ്റ്റ് ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളത്. ഡയറക്ഷൻസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. മാപ്പിൽ നിങ്ങൾക്ക് ഡയറക്ഷൻസ് കറക്റ്റായിട്ട് മുകളിൽ തന്നെ തന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളാണല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന നദികൾ നോക്കിക്കേ. ഇവിടെ സിമ്പൽ നോക്കുക. ഇവിടെ റിവറിൻ്റെ സിമ്പൽ ബ്ലൂ ലൈനാണ്. ഓക്കെ, ഇവിടെ ഓരോ റിവറിൻ്റെ പേരും നമുക്ക് തന്നിട്ടുണ്ട്. ലെഫ്റ്റിലോട്ട് ഈസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നാണ് കബനി റിവർ. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. പിന്നുള്ളത് ലെഫ്റ്റിലോട്ട് പോകുന്ന മറ്റൊരു റിവറാണ് ഭവാനി റിവർ. ഒറിജിനേറ്റ് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഇനി മൂന്നാമത്തേതാണ് പമ്പർ റിവർ. അതും ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ഇടുക്കിയാണ്. സോ നമ്മുടെ ആൻസേഴ്സ് ഇതാണ് വരുന്നത്. സോ ഇത് 3 നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. കബനി ഒറിജിനേറ്റ് ചെയ്യുന്നത് വയനാടാണ്, ഭവാനി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് പാലക്കാടാണ്, പമ്പർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളടുത്ത് അടുത്തൊരു ചോദ്യമുണ്ട്. വൈ ഡു മോസ്റ്റ് ഓഫ് റിവേഴ്സ് ഫ്ലോ ടുവാർഡ്സ് ദി വെസ്റ്റ്? എന്തുകൊണ്ടാണ് കൂടുതൽ റിവേഴ്സും, നമ്മൾ പറഞ്ഞു 44 റിവേഴ്സ് ഉള്ളതിൽ 41 വെസ്റ്റ് ഭാഗത്തേക്കാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം എന്ന പർവ്വതം എവിടെയാണുള്ളത്? കേരളത്തിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്, കിഴക്കു ഭാഗത്താണുള്ളത്. സോ നമ്മുടെ റിവേഴ്സ് ഒക്കെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഈ ഉയർന്ന പർവ്വതങ്ങളിൽ നിന്നാണ്, ഈ ഉയർന്ന മൗണ്ടെയിൻസുകളിൽ നിന്നാണ് നമ്മുടെ പുഴകൾ, റിവേഴ്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. നമ്മുടെ കേരളം കുറച്ച് വെസ്റ്റ് സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ടാണ്, ചെരിഞ്ഞ രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിവേഴ്സും എന്താണ്? റിവേഴ്സ് ഒഴുകുന്നതും വെസ്റ്റ് സൈഡിലേക്കാണ്. നാച്ചുറലി വെള്ളം ഒഴുകുക, ചെരിവ് വെസ്റ്റ് സൈഡിലേക്കായതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. അങ്ങനെ അറേബ്യൻ സീ ഉള്ള ഡയറക്ഷനിലേക്കാണ്, അറബിക്കടലിലേക്കുള്ള ദിശയിലാണ് ഒഴുകുന്നത്.
സോ ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ വെസ്റ്റ് സൈഡിലേക്ക് റിവേഴ്സൊക്കെ കൂടുതലും ഒഴുകാനുള്ള കാരണം ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്തത് ബാക്ക് വാട്ടേഴ്സ് ഓർ ലേക്സ്. ദർ ആർ 34 ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള. 34 ബാക്ക് വാട്ടേഴ്സ് ആണ് കേരളത്തിലുള്ളത്. എമംഗ് ദം സം ആർ ലാർജർ ദാൻ അതേഴ്സ്. ചിലതിനേക്കാൾ വലുതാണ്. ഔട്ട് ഓഫ് ദിസ് 27 ആർ കണക്റ്റഡ് വിത്ത് ദി സീ ആൻഡ് ദി റിമൈനിങ് 7 ആർ ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ്. ഇതിൽ 27 സീനോട് സമുദ്രത്തോട് ചേർന്നിട്ടുള്ളതാണ്. ബാക്കി 7 എന്താണ് സമുദ്രത്തോട് ചേരാത്തതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നമ്മുടെ കേരളത്തിന് 44 റിവേഴ്സ് ആണുള്ളത്. അതിൽ 3 ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. അത് ഏതൊക്കെയാണ് 3 ഏതൊക്കെയാണെന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ബാക്ക് വാട്ടേഴ്സ് ഉള്ളത് 34 അതിൽ 27 സീനോട് ചേരുന്നതാണ്, കണക്റ്റഡ് ടു സീ ആണ്. ബയലൻസിൽ 7 ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ആണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പേജ് എടുത്തേ. ഇവിടെ നിങ്ങൾക്ക് റിവറും ലേക്കുകളും തമ്മിലുള്ള, പുഴയും തടാകങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഫ്ലോയിങ് അറ്റ് ലെങ്ത്, നീളത്തിൽ ഒഴുകുന്നു. സ്പ്രെഡ് വൈഡ് അക്രോസ് എൻ ഏരിയ, ഒരു ഏരിയയിൽ തന്നെ എന്താണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്. ഒരു വലിയൊരു ഏരിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണുള്ളത്. അടുത്തത് നമുക്കൊരു പോയിന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. മൂവ്സ് കണ്ടിന്യൂസ്ലി, പുഴയിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും. പക്ഷെങ്കിൽ ലേക്സ്, തടാകങ്ങൾ എന്താണ് അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കും എന്നാണ് നമുക്ക് എഴുതാം. സ്റ്റേസ് സ്റ്റിൽ, അനങ്ങാതെ നിൽക്കും. ഇനി വേറൊരു പോയിന്റ് എഴുതാം. ഹാസ് എ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ്, ഒരു തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. പക്ഷേങ്കിൽ ലേക്സിന്, തടാകത്തിന് എന്താണ് ഒരു ഒഴുകുന്ന ഒരു ദിശയില്ല, ഒരു ഡയറക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സോ ഈ പോയിന്റ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. 3 വീഡിയോസുകളിലായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു പുതിയൊരു ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.